بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ലക്ഷ്യം ആഖിറത്തിലുള്ള വിജയമാണ്. അതുതന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി പറഞ്ഞത്. വേറൊരു ലക്ഷ്യം നമുക്കില്ല. അതെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പല രീതിയിലാണ് ജനങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നത്, ആ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകി. ഈ ഉമ്മത്ത് ഭിന്നിക്കും, പല തരക്കാരുണ്ടാവും, പല അഭിപ്രായങ്ങളുണ്ടാകും. അതിലൊന്ന് മാത്രമാണ് വിജയിക്കുന്നത്. അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ, അവരുടെ ദീൻ, അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാനങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം നമുക്കുള്ള വിജയത്തിൻ്റെ മാനദണ്ഡം നമ്മുടെ അഖീദയാണ്. ഒരാൾ കുറേ അമലുകൾ ചെയ്ത് അവൻ്റെ അഖീദ ശരിയില്ലെങ്കിൽ മരണത്തിന് ശേഷം അവൻ പരാജയപ്പെട്ടവനാണ്. ഒരാളുടെ അഖീദ ശരിയാണ്, ശരിയായ മാർഗത്തിലാണുള്ളത്, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കാം, അല്ലെങ്കിൽ ആ ശിക്ഷ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് വരാം. അഖീദയാണ് അടിസ്ഥാനം. അങ്ങനെ അഖീദയുടെ കാര്യങ്ങൾ വളരെ കൃത്യമായി വ്യക്തമായി പഠിക്കലും മനസ്സിലാക്കലും ഓരോരുത്തരുടെയും മേൽ നിർബന്ധമാണ്. മറ്റുള്ള വിഷയങ്ങൾ അങ്ങനെയല്ല. ഇപ്പം സക്കാത്തിൻ്റെ അഹ്കാമുകൾ അത് സമ്പത്തുള്ളവൻ അറിഞ്ഞാൽ മതി, സമ്പത്തില്ലാത്തവൻ അതിൻ്റെ മസാല പഠിക്കേണ്ട ആവശ്യമില്ല. ഹജ്ജിൻ്റെ അഹ്കാമുകൾ അതിനെല്ലാ രീതിയിലും പോകാൻ വാജിബായ ആൾക്കാരുണ്ടാവും, അവരത് പഠിച്ചാൽ മതി. പക്ഷെ അഖീദ പ്രായപൂർത്തിയായത് മുതൽ മരണം വരെ ഓരോ സെക്കൻഡിലും ഓരോ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് അത് പഠിക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം, വളരെ ഗൗരവത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ. യഹൂദികൾ, ജൂതന്മാര് 71 വിഭാഗങ്ങളായി ഭിന്നിച്ചു. വഫ്തറഖത്തിൻ നസാറ അലാ 72 ഫിർഖ. നസ്രാനികൾ, ക്രിസ്ത്യാനികൾ 72 വിഭാഗമായിട്ട് ഭിന്നിച്ചു. വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മ അലാ 73 ഫിർഖ. എൻ്റെ ഈ ഉമ്മത്ത് ഇനി 73 വിഭാഗങ്ങളായി ഭിന്നിക്കും. പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. 73 ചേരികളായി, വിഭാഗങ്ങളായി അവർ ഭിന്നിക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുഹാ ഫിന്നാർ. അവരെല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദ, ഒന്നൊഴിച്ച്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സഹാബാക്കൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്. ആ ഒരു വിഭാഗം ആരാണ്? ആ വിജയിച്ചവർ ആരാണ്? എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയം. 73 വിഭാഗമായിട്ട് ഈ ഉമ്മത്ത് പിരിയും. അതിലൊരു വിഭാഗം മാത്രം വിജയിച്ചവർ സ്വർഗത്തിൽ, മറ്റെല്ലാവരും നരകത്തിൽ. കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്. സ്വാഭാവികമായിട്ടും സഹാബാക്കൾ ചോദിച്ചു, മൻ ഹിയ യാ റസൂലല്ലാഹ്. ആ ഒരു വിഭാഗം ആരാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിയുടെ പേര് പറഞ്ഞില്ല മറുപടിയായിട്ട്, ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരും പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പേര് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. മറിച്ച്
ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തിന് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. എന്താ പറഞ്ഞത്? മൻ കാന അലാ മിസ്ലി മാ അന അലൈഹി വ അസ്ഹാബി. മറ്റൊരു റിവായത്തിൽ മാ അന അലൈഹി യൗമ വ അസ്ഹാബി. ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ നിലകൊള്ളുന്നത്, ഏതൊരു നിലപാടിലാണോ നിലകൊള്ളുന്നത്, അതേ നിലപാട് സ്വീകരിച്ചവർ, അതേ മാർഗം സ്വീകരിച്ചവർ, അവരാണ് ആ വിജയിച്ച കക്ഷികൾ. ഏതൊരു കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കും ഏതൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കും സ്വീകരിക്കാൻ പറ്റിയ വാക്കാണ്. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഅ്ജിസത്ത്, ജവാമിഉൽ കലിം. വളരെ ചെറിയ വാക്കാണ്, ഏതൊരാൾക്കും സ്വീകരിക്കാൻ പറ്റും. ഇന്ന ടീമിന്റെ പേര് പറഞ്ഞാൽ ആ ടീമിന് അന്വേഷണം നടക്കലായി. ഇന്ന വിഭാഗം ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തെ സംബന്ധിച്ച് അന്വേഷണം നടക്കലായി. ഇതങ്ങനെയല്ല. മറിച്ച് എന്താണ്? ഞാനും എൻ്റെ സഹാബാക്കളും ഇന്ന് ഏതൊരു നിലപാടിൽ നിലകൊള്ളുന്നോ അതേ നിലപാടിൽ നിലകൊള്ളുന്നവരാണ് ഖിയാമത്ത് നാൾ വരെയുള്ളവർ. അവർ ആരാണെങ്കിലും ശരി, അവർ അവിജയിച്ച കക്ഷികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും എങ്ങനെ നിലകൊണ്ടു, ഏത് നിലപാട് സ്വീകരിച്ചു എന്നറിയൽ വാജിബായി, നിർബന്ധമാണ്. അതറിഞ്ഞാലേ ആ നിലപാട് സ്വീകരിച്ച് ആ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അഖീദ പഠിക്കൽ വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറഞ്ഞത്. ആ റസൂലും സഹാബാക്കളും നിലകൊണ്ട ആ ഒരു മാർഗം, അതാണ് ആര്? അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് നമ്മൾ പറയുന്നത്. അവരുടെ പ്രത്യേകത, എപ്പോഴാണ് ഒരാൾ അഹ്ലുസുന്നത്തി ആവുക? പറയാൻ എല്ലാവരും അഹ്ലുസുന്നത്താണ്, എല്ലാ ബിദഅത്തും ചെയ്യും, എല്ലാ ഖുറാഫാത്തും ചെയ്യും, എന്നിട്ട് പറയും അഹ്ലുസുന്നയാണ്. പക്ഷെ നമുക്കതിന്റെ മാനദണ്ഡം വേണം. ആരാണ് അഹ്ലുസുന്ന? അതിന് 3 അടിസ്ഥാന കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, വളരെ ശ്രദ്ധിച്ചോ, അഹ്ലുസുന്ന അവരുടെ പ്രത്യേകതയായിട്ട് ഒന്നാമത്തെ കാര്യം, അഹ്ലുസുന്നത്തി ലാ യഖുദൂന അഖീദതഹും വഇബാദാതിഹിം ഇല്ലാ മിനൽ കിതാബി വസ്സുന്ന. അഹ്ലുസുന്ന അവരുടെ വിശ്വാസകാര്യങ്ങൾ, അവരുടെ ആചാരങ്ങൾ, അവരുടെ അമലുകൾ, അവരുടെ ദീൻ, അവർ അത് സ്വീകരിക്കുന്നത് മിനൽ കിതാബി വസ്സുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. നമ്മളിപ്പം ദീനായിട്ടൊരു കാര്യം ആചരിക്കുമ്പോൾ, നമ്മുടെ ദീനായിട്ട് വിശ്വാസകാര്യമായിട്ടൊരു കാര്യം വിശ്വസിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ്. അതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ബുദ്ധി എന്നുള്ളത് ഈ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്. അത് വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും എന്തിനാണ് ഇതിന്റെ കൂടെ ബുദ്ധിയെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ, നമ്മുടെ ദീൻ, നമ്മൾ ദീനായിട്ട് ആചരിക്കുന്നത് വിശ്വാസമാണെങ്കിലും ഇബാദത്താണെങ്കിലും അഖ്ലാഖാണെങ്കിലും സ്വഭാവമാണെങ്കിലും ഇടപാടാണെങ്കിലും അതൊക്കെ നാം എടുക്കുന്നത് എവിടുന്നാണ്? മിനൽ കിതാബി വസുന്ന, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. മൂന്നാമത്തെ ഒന്നില്ല. അത് അടിയുറച്ച് വിശ്വസിക്കണം. എന്തെടുക്കുമ്പോൾ ഈ രണ്ടിൽ നിന്ന് മാത്രമേ ഉള്ളൂ. കാരണം വഹ്യാൻ ഷരീഫ, രണ്ടും വഹ്യാണ്. ഖുർആൻ ഏത് രീതിയിലാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യായി ലഭിച്ചത്, അതേപോലെ വഹ്യാണ് റസൂലിന്റെ ഹദീസും. രണ്ടും വേറെ വേറെ ഒന്നുമല്ല, രണ്ടും വഹ്യാണ്. കാരണം വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂൽ ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ, ദീനായിട്ടൊരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷെ ഖുർആനും ഹദീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആൻ അത് അല്ലാഹുവിന്റെ കലാമാണ്, ഹദീസിന്റെ വാക്കുകൾ അത് റസൂലിന്റെ ഭാഗത്തു നിന്നുള്ള വാക്കുകളാണ്. ഇതാണ് വ്യത്യാസം. രണ്ടും വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. അപ്പൊ ഇത് രണ്ടിൽ നിന്നാണ് നമ്മുടെ ദീൻ നാം സ്വീകരിക്കേണ്ടത്. ദീനിന്റെ ഏത് കാര്യമാണെങ്കിലും. മൂന്നാമത്തെ ഒരു കാര്യം നമുക്കില്ല. ബുദ്ധി എന്നുള്ളത് ഈ ഖുർആനും സുന്നത്തും മനസ്സിലാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ്, വേറൊന്നുമില്ല. ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും അതിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. വഅതസിമു, നിങ്ങൾ മുറുകെ പിടിക്കുക. മുഅ്മിനീങ്ങളുടെ കൽപ്പനയാണ്.
ബിഹബ്ലില്ലാഹി, അള്ളാഹുവിന്റെ ഹബ്ൽ അഥവാ അൽ ഖുർആൻ, അള്ളാഹുവിന്റെ കിതാബിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത്. ഒന്നാമത്തെ കൽപ്പന ഖുർആനാണ് നമ്മൾ പിടിക്കേണ്ടത്. രണ്ടാമത്തത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്ന വാക്കാണ് ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക്. പ്രവാചകരെ, അങ്ങേക്ക് വഹ്യായി നൽകപ്പെടുന്നതിനെ അങ്ങ് മുറുകെ പിടിക്കുക. അതാണ് ദീൻ. വഹ്യായി നൽകുന്നത് അൽ ഖുർആനും വസുന്ന, ഖുർആനും ഹദീസും രണ്ടും വഹ്യാണ്. അപ്പൊ ഖുർആനും ഹദീസിനെയും താങ്കൾ മുറുകെ പിടിക്കുക. അങ്ങനെ പിടിച്ചാൽ ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. നമ്മൾ ഓരോ നിസ്കാരത്തിലും അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ചോദിക്കുന്ന ചോദ്യം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അള്ളാഹുവേ നേരായ മാർഗത്തിൽ നീ എന്നെ നയിക്കണമേ. അപ്പൊ ഖുർആനും സുന്നത്തും ആരാണോ മുറുകെ പിടിക്കുന്നത് അവൻ എവിടെയാണ്? ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം. അതാണ് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ, ശരിയായ മാർഗം, വിജയത്തിന്റെ മാർഗം. മറ്റെല്ലാം ദലാലത്താണ്, ബാത്തിലാണ്, നരകത്തിലേക്കുള്ളതാണ്. മറ്റൊന്ന് വല്ലദീന യുമസ്സികൂന ബിൽ കിതാബി വഅഖാമുസ്സലാഹ് ഇന്നാ ലാ നുദീഉ അജ്റൽ മുഹ്സിനീൻ. വല്ലദീന യുമസ്സികൂനൽ കിതാബ, ഖുർആനെ മുറുകെ പിടിക്കാൻ പറയുന്നവർ, ഖുർആനെ മുറുകെ പിടിക്കാൻ പറയുന്നവരെ അള്ളാഹു പ്രശംസിക്കാൻ. അവരാരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെടുത്തൂല. അപ്പൊ മുറുകെ പിടിക്കാൻ പറയുന്നവർക്ക് ഇത്ര സ്ഥാനാണെങ്കിൽ മുറുകെ പിടിക്കുന്നവർക്ക് അതിനേക്കാൾ ഉയർന്ന സ്ഥാനം. ഇതാണ് ഖുർആനിൽ നിന്നും തെളിവുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ധാരാളം തെളിവുകളുണ്ട്, അതിൽ മൂന്നെണ്ണത്തിൽ ചുരുക്കിയതാണ്. ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഹജ്ജത്തുൽ വദാഇന്റെ ഖുത്ബ. 1,00,000-ൽ കൂടുതൽ സഹാബാക്കൾ ഉണ്ടായിരുന്നു റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ദീർഘമായ ഹദീസ്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് പുറപ്പെടുന്നെന്ന് വിളംബരം ചെയ്തു മദീനയിൽ. മദീനയുടെ 4 ഭാഗങ്ങളിൽ നിന്നും സഹാബാക്കൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ചെറിയവരും വൃദ്ധരും എല്ലാവരും മദീനയിൽ ഒരുമിച്ച് കൂടി. എല്ലാവരുടെയും ലക്ഷ്യം റസൂലിന്റെ കൂടെ ഹജ്ജിന് പോകണം. റസൂൽ ഒറ്റ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ, റസൂലിന്റെ കൂടെ ഹജ്ജിന് പോകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വ എന്ന ഒട്ടകപ്പുറത്ത് കയറി യാത്ര തുടങ്ങി. അങ്ങനെ ഒരു ഉയർന്ന പ്രദേശത്തെത്തി. ദുൽഹുലൈഫയുടെ മുമ്പ് ബൈദാ എന്നുള്ള സ്ഥലം, ഉയർന്ന പ്രദേശം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്തിന്റെ പേര്. അവിടെ എത്തിയപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻഭാഗത്തേക്ക് നോക്കി, എൻ്റെ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന സഹാബാക്കളെ ഞാൻ കണ്ടു. അതേപോലെ അത് വലതു ഭാഗത്തും ഇടതു ഭാഗത്തും പിറകിലായിട്ടും ഞാൻ അങ്ങനെ കണ്ടു സഹാബാക്കളെ. വറസൂലുള്ളാഹി ബൈന അദ്ഹുരിനാ, അല്ലാഹുവിന്റെ റസൂല് നമ്മുടെ മധ്യത്തിലായിരുന്നു. അത്രയും സഹാബാക്കളുണ്ട്. ആ സഹാബാക്കളെ മുൻനിർത്തിയിട്ട് റസൂല് ഖുതുബ നടത്താണ്. അറഫയിൽ വെച്ചൊരു വെള്ളിയാഴ്ച ദിവസം റസൂൽ പറഞ്ഞു, തറക്തു ഫീകും അയ്യുഹന്നാസ്, ജനങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം വിട്ടേച്ച് പോവുകയാണ്, നിങ്ങൾക്ക് നൽകിയിട്ട് ഞാൻ പോവുകയാണ്. മാ ഇനിഅ്തസംതും ബിഹി ഫലൻ തദില്ലു അബദ, അതിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ ദലാലത്തിലായി പോവുകയില്ല, സിറാത്തുൽ മുസ്തഖീമിൽ നിന്നും നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബല്ലാഹി വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. അത് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദീൻ നാം എടുക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ കൽപ്പന നമ്മളോട്. റസൂൽ നിങ്ങൾക്ക് എന്താണോ ദീനായിട്ട് കൊണ്ടുവന്ന് തന്നത് അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. എന്താണോ നിഷേധിച്ചത്, വിരോധിച്ചത്, അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ തള്ളിക്കളയുക, ഒഴിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ച കൽപ്പനയാണ്. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബ, എൻ്റെ ഉമ്മത്ത് എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും, ഇല്ലാ മൻ അബ, വിസമ്മതിച്ചവൻ ഒഴികെ. സഹാബത്ത് ചോദിച്ചു, മൻ യഅബ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ആരാണ് സ്വർഗ്ഗപ്രവേശനത്തിൽ നിന്ന് വിസമ്മതിക്കുക? എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്, കൊതിക്കുന്നത് അതാണ്. ആരാണ് സ്വർഗ്ഗപ്രവേശനത്തിൽ നിന്നും വിസമ്മതിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആരാണോ എന്നോട് ധിക്കാരം കാണിച്ചത് ഫഖദ് അബാ, അവനാണ് സ്വർഗപ്രവേശനത്തിൽ നിന്നും വിസമ്മതം കാണിച്ചവൻ. എൻ്റെ അർത്ഥം, റസൂല് കൊണ്ടുവന്നതിനെ ദീനായി സ്വീകരിക്കുക. റസൂല് കൊണ്ടുവന്നത് ഖുർആനും സുന്നത്തുമാണ്. അതിനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവൻ സ്വർഗത്തിലാണ്, അവന്റെ അവസാനം സ്വർഗത്തിലാണ്. അത് രണ്ടിനെയും വിട്ട് മറ്റൊന്നിലേക്ക് കടന്നവൻ ഫഖദ് അബ, അവൻ സ്വർഗപ്രവേശനത്തിൽ നിന്നും വിസമ്മതിച്ചിരിക്കുന്നു. മറ്റൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فإنه من يعش منكم بعدي فسيرى اختلافا كثيرا. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. എനിക്ക് ശേഷം നിങ്ങൾ ജീവിക്കുമ്പോൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, പല അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ എന്താക്കണം? ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. പല അഭിപ്രായങ്ങൾ കേൾക്കാനുണ്ടാവും, പല ആൾക്കാരുണ്ടാവും, പല രീതിയിലുള്ള സംസാരം ഉണ്ടാവും, ചിന്തകളുണ്ടാവും. പക്ഷെ നിങ്ങൾ ഫഅലൈക്കും ബിസുന്നത്തി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, ഹദീസിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എൻ്റെ സച്ചരിതരായ ഹിദായത്തിലുള്ള സന്മാർഗം സിദ്ധിച്ചവരായ എൻ്റെ സഹാബാക്കളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം. ആ വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, ഓർമ്മ വെക്കണം. സഹാബത്തിൻ്റെയും മാർഗം നിങ്ങൾ മുറുകെ പിടിക്കണം. അത്രമാത്രം പറഞ്ഞ റസൂൽ നിർത്തിയിട്ടില്ല. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. അതിന്റെ അർത്ഥം എന്താണ്? ആ രീതിയിൽ ഫിത്നകൾ വ്യാപിക്കും. അങ്ങനെ ശ്രദ്ധിച്ച് പിടിച്ചവൻ രക്ഷപ്പെട്ടു, അല്ലാത്തവൻ തെറ്റിപ്പോവും. ആ രീതിയിലുള്ള ഫിത്നകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് റസൂൽ പ്രത്യേകം എടുത്തു പറഞ്ഞത്, അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം, അഥവാ മുറുക്ക പിടിക്കണം സുന്നത്തും കിതാബും സുന്നത്തും. അത് വിട്ടിട്ട് മറ്റൊന്നിലേക്ക് പോയോ പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. പേശോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് നമ്മുടെ ദീൻ നാം സ്വീകരിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ചോദിക്കും, എല്ലാവരും ഖുർആനും സുന്നത്തിനുള്ള ദീൻ എടുക്കുന്നത്, മറ്റെന്തെങ്കിലും ദീൻ എടുക്കുന്നുണ്ട്? ഒന്നാമത്തെ വിഭാഗം അൽ മുഅ്തസില, മുഅ്തസിലാക്കൾ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്നും തെറ്റിപ്പോയ വിഭാഗമാണ്. അവർക്ക് മാനദണ്ഡം അൽ അഖ്ലു, ബുദ്ധിയാണ്. അതാണ് ആദ്യം പറഞ്ഞത്, വൽ അഖ്ലു വസീലത്തുൻ ലിഫഹ്മിൻ നഖൽ, ബുദ്ധി എന്നുള്ളത്, മനുഷ്യ ബുദ്ധി എന്നുള്ളത് ഖുർആനും സുന്നത്തും മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു മാത്രമാണ്. പക്ഷെ മുഅ്തസിലാക്കൾ എന്തായി? അവരുടെ ബുദ്ധിക്കാണ് പ്രാധാന്യം നൽകിയത്. ഖുർആന്റെ എത്ര ആയത്തുകൾ ഓതിപ്പെട്ടാലും എത്ര സഹിഹായ ഹദീസുകൾ വന്നാലും അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നു, അവന്റെ ചിന്തക്ക് യോജിക്കുന്നു എന്നാൽ അത് സ്വീകരിക്കും. ഇല്ലെങ്കിൽ അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. അത് സാധാരണ ഒരാൾ ചിന്തിച്ചാൽ കിട്ടൂല, അതുകൊണ്ട് അത് ശരിയല്ല, അതെന്തോ ഒരു പ്രശ്നമുണ്ട്. അവൻ സ്വീകരിക്കുന്നത്, അവന്റെ ദീനായിട്ട് മാനദണ്ഡപ്പെടുത്തുന്നത് അവന്റെ ബുദ്ധിയെ. അപ്പൊ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അല്ലാതെ ദീൻ എടുക്കുന്ന ആൾക്കാർ ഉണ്ട്. ആദ്യത്തെ വിഭാഗം മുഅ്തസിലാക്കൾ, അതിന്റെ പിൻതലമുറക്കാർ ഇന്നുണ്ട്. രണ്ടാമത്തത് റാഫിദിയാക്കൾ, ഷിയാക്കളാണ്. ഷിയാക്കളുടെ ഏറ്റവും കൂടുതൽ വിഭാഗമാണ് റാഫിദിയ. അവരുടെ ദീൻ എടുക്കുന്നത് എവിടെ നിന്നാണ്? ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നല്ല, മറിച്ച് അഹ്ലു ബൈത്തിന്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട കുറേ ഹദീസുകളുണ്ട്, കള്ള ഹദീസുകൾ. ആ കള്ള ഹദീസുകളാണ് അവർക്ക് തെളിവ്. അങ്ങനെയാണ് അലി ആരായത്? അള്ളാഹു ആയത്, അലി നബി ആയത്, അഹ്ലു ബൈത്ത്. അപ്പൊ അവരുടെ ദീൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? ഈ മൗദൂആയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഹദീസുകളിൽ നിന്നാണ്. വേറെ നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗമാണ് സൂഫികൾ. അപ്പോൾ എഴുതുന്ന ദീൻ എടുക്കുക, സ്വപ്നം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഇങ്ങനെ വെളിപാടിറങ്ങി, എവിടെയോ ഇങ്ങനെ ഇങ്ങനെ ദിക്ർ ചെയ്തിരിക്കുമ്പോൾ അവനക്കിങ്ങനെ തോന്നി. അപ്പൊ അവര് ദിക്ർ ആരോ വന്ന് പറഞ്ഞു കൊടുത്തു, പിന്നെ ആ ദിക്റാണ് അവൻ ചൊല്ലുക. എവിടുന്ന ഈ ദിക്ർ കിട്ടിയത്? അതിങ്ങനെ സുബഹിസ്കാരം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിലാരോ എന്ന് പറഞ്ഞു തന്നു. അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടു, ആ സ്വപ്നത്തിൽ ഇന്ന മഹാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ ദിക്ർ പറഞ്ഞു തന്നു. അങ്ങനെയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ട് സൂഫിയാക്കൾ. അവരുടെ ദീൻ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അല്ല, മറിച്ച് സ്വപ്നങ്ങളിൽ നിന്നാണ്. തരീഖത്തിന്റെ ആൾക്കാർ, കുറേ തരീഖത്ത് ഇപ്പം അധികരിച്ചു വരാണ്.
തരീഖത്തിന്റെ ആൾക്കാർ. അവരവരുടെ ദീൻ സ്വീകരിക്കുന്ന എവിടെ നിന്നാണ്? അവരുടെ ഷെയ്ഖിൽ നിന്ന്. ആ ഷെയ്ഖ് എന്താണോ പറയുന്നത് അതാണ് അവരുടെ ദീൻ. ഷെയ്ഖ് പ്രത്യേകമായ ഒരു നിസ്കാരം പറഞ്ഞു കൊടുക്കും, പിന്നെ ഫുള്ളാ നിസ്കാരം. പ്രത്യേകമായ ദിക്ർ പറഞ്ഞു കൊടുക്കും, പിന്നെ ആ ദിക്റാണ്. അന്ന് അന്വേഷിച്ച കാര്യം ബോധ്യപ്പെടും നിങ്ങൾക്ക്. ഞാൻ വെറുതെ പറയുന്നതല്ല. ത്വരീഖത്തിന്റെ ആൾക്കാർ അവർ ദീൻ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ അല്ല. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ടവർ ആരും എന്തല്ല? അഹ്ലുസുന്നല്ല. അഹ്ലുസുന്നന്റെ ഒന്നാമത്തെ മാനദണ്ഡം അവർ അവരുടെ ദീൻ സ്വീകരിക്കുന്നത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമായിരിക്കും. അതല്ലാത്തതെല്ലാം എന്താണ്? ബാത്തിലാണ്, ദലാലത്താണ്. അത് അവസാനിക്കുന്നത് നരകത്തിലാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അത് ഒന്നാമത്തെ ബാക്കിയാണ്. രണ്ടാമത്തത്, ലാ യഫ്ഹമൂന അൽ ഖുർആന വസ്സുന്ന ഇല്ലാ ബിമാ ഫഹിമ സലഫ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് രണ്ടാമത്തത്. അധികാലം തെറ്റിപ്പോയത് ഇതിലാണ്. ഖുർആനും സുന്നത്തും നാം മനസ്സിലാക്കേണ്ടത്, അതിനെ നാം വ്യാഖ്യാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനനുസരിച്ച് അമൽ ചെയ്യേണ്ടത് സഹാബാക്കൾ അമൽ ചെയ്തതുപോലെ, സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ, സഹാബാക്കൾ വ്യാഖ്യാനിച്ചതുപോലെ. കുല്ലു ഫഹ്മിൻ ഖാലഫ ഫഹ്മ സഹാബ ഫഹുവ ബാത്തിൽ. ഒരാൾ ഖുർആൻ ഓതി, ആ ഖുർആനിന്റെ ഒരായത്തോട്ട് ഒരു കാര്യം അവൻ അതിന്റെ അർത്ഥം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഹദീസ് പറഞ്ഞു, അതിന്റെ ഒരു ഉദ്ദേശം അവൻ പറഞ്ഞു, അവൻ മനസ്സിലാക്കിയ ഒരു കാര്യം സഹാബാക്കൾ മനസ്സിലാക്കിയതിന് എതിരാണ് അവൻ മനസ്സിലാക്കിയതെങ്കിൽ, അവന്റെ വ്യാഖ്യാനം സഹാബാക്കളുടെ വ്യാഖ്യാനത്തിനെതിരാണെങ്കിൽ ഫഹുവ ബാത്തിലുൻ, അത് ബാത്തിലാണ്, ഒരു സംശയമില്ല. സഹാബാക്കൾ അന്ന് എന്താണോ ദീനായി പഠിപ്പിച്ചത് ഖിയാമത്ത് നാൾ വരെ അത് ദീനാണ്. സഹാബാക്കൾ എന്ന് എന്താണോ ദീനല്ല എന്ന് പഠിപ്പിച്ചത് ഖിയാമത്ത് നാൾ വരെ അത് ദീനല്ല. സഹാബാക്കളോട് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ദീൻ പൂർണ്ണമായി കിട്ടൂല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു പറഞ്ഞ വിഭാഗമാണ് റളിയല്ലാഹു അൻഹും വറദു അൻഹു. സഹാബാക്കളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞ വാക്കാണ്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. എന്തിന്? അള്ളാഹിന്റെ ദീനിന്റെ വാഹകരായിട്ട് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അവർ അല്ലാഹുവിലും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ഖുർആൻ ആയത്ത് പറഞ്ഞാലും എവിടത്തേക്ക് മടങ്ങണം? സഹാബാക്കൾ എങ്ങനെ മനസ്സിലാക്കി, അതിനെ സഹാബാക്കൾ എങ്ങനെ വ്യാഖ്യാനിച്ചു, അതനുസരിച്ച് എങ്ങനെ സഹാബാക്കൾ അമൽ ചെയ്തു, അതിലേക്ക് നാം മടങ്ങണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോരുത്തരും ആയത്തുകൾ ഓതും, അർത്ഥം ഓന്റെ വക, ഹദീത്തുകൾ പറയും, അതിന്റെ വ്യാഖ്യാനം ഓന്റെ വക. അങ്ങനെ ഓരോരുത്തരും ഹദീത്ത് പറയും, അങ്ങനെ ഓരോ ചിന്തകളും ഓരോ തത്വങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി വിടും. ഉദാഹരണം പറഞ്ഞാൽ തിരിയും. അല്ലാഹു പറയാണ്, വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ. വമൻ യുശാഖിഖിർ റസൂല, ആരാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കുന്നത്, എതിര് കാണിക്കുന്നത്? മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സന്മാർഗം ഏതെന്ന് വ്യക്തമായതിനു ശേഷം. അപ്പൊ അത് ആരോടുള്ള വാക്കാണ്? സന്മാർഗം ഹിദായത്ത് എന്താണെന്ന് ബോധ്യപ്പെട്ടവരോടുള്ള വാക്കാണ്. ഹിദായത്ത് എന്താണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനോട് എതിര് കാണിച്ചാൽ ബാക്കി അള്ളാഹിന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചു. രണ്ടാമത്തത് മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുകയും ചെയ്തു. മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റി. അല്ലാഹു എന്താ പറഞ്ഞേ? നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്നിടത്തേക്ക് ഞാൻ അവനെ വിടും. അവസാനം വനുസ്ലിഹി ജഹന്നം, നരകത്തിൽ അവനെ നാം ഇട്ട് കരിക്കും. വസാഅത് മസീറ, അത് എത്രയോ മോശപ്പെട്ട സ്ഥലമാണ്. ആണ് അള്ളാഹ് പറഞ്ഞത്. ഒന്ന്, അള്ളാഹിന്റെ റസൂലിനോട് ധിക്കാരം കാണിക്കുക. രണ്ട്, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റുക. ആരാണ് ഈ മുഅ്മിനീങ്ങൾ? സഹാബാക്കൾ. അപ്പം സഹാബാക്കളുടേതല്ലാത്ത മാർഗം ആര് സ്വീകരിച്ചോ അവനടുത്തേക്കാണ് ഫസാഅത് മസീറ, വളരെ മോശപ്പെട്ട നരകത്തിലേക്കാണ് അവന്റെ പോക്ക്. അവൻ ദലാലത്തിലാണ്. ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ആദ്യമായിട്ട് തെറ്റിപ്പോയ വിഭാഗമാണ് ഖവാരിജികൾ. സഹാബാക്കളുടെ കാലത്ത് തന്നെ ഖവാരിജികളുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖവാരിജികളിൽ നിന്നും സഹാബാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയ ധാരാളം ഹദീസുകളുണ്ട്.
അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഖവാരിജികൾ ശക്തി പ്രാപിച്ചു. അവർ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി, ഹറൂറ എന്ന സ്ഥലത്ത് 6000 ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ വാദം സഹാബാക്കൾ അലി, മുആവിയ, അബൂ സുഫിയാൻ, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹും അജ്മഈൻ ഇവരൊക്കെ കാഫിറാണ്. അതാണ് റസൂലിന്റെ സഹാബാക്കളെ കാഫിറാക്കിയവർ. അവർ ഓതിയതോ ഖുർആന്റെ ആയത്ത്. സഹാബാക്കളെ കാഫിറാക്കാൻ ഖവാരിജികൾ ഓതിയത് ഖുർആന്റെ ആയത്ത്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്ത് അതാണ് പറഞ്ഞത്. ഓരോ വിഭാഗത്തെയും അവരുടെ വാദം സത്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഖുർആന്റെ ആയത്ത് ഓതും, ഹദീത്ത് പറയും. പക്ഷെ അതിന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം അത് അവരുടെ വകയായിരിക്കും. അതാണ് രണ്ടാമത്തെ കാര്യം, മുറുകെ പിടിച്ചോണം. അതിനാണ് അധികം ആൾക്കാരും തെറ്റിയത്. നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ പഴച്ച കക്ഷികളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് തെറ്റിപ്പോയ എല്ലാ വിഭാഗവും അത് എടുത്ത് പരിശോധിച്ചാൽ ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? ഉറപ്പാണ്. ഈ 3 കാര്യം ശരിയായ ഓനാരാണ്? അഹ്ലുസുന്നയാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അനുവാദം വാങ്ങിയിട്ട് ഖവാരിജികളോട് സംസാരിക്കാൻ പോയി. വന്ന ഉടനെ അവിടെ ചോദിച്ചു, മാ ജാഅ ബിക്, നീ എന്തിനാ വന്നത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കളുടെ അടുക്കൽ നിന്നാണ്. അതുപോലെ തന്നെ റസൂലിന്റെ അമ്മിന്റെ മകൻ അലി ബിൻ അബി താലിബിന്റെ അടുക്കൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ബാക്കി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, വഫീഹിം ഉൻസിലൽ ഖുർആൻ. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ഖവാരിജികളോട് പറയാണ്, വഫീഹിം ഉൻസിലൽ ഖുർആൻ, സഹാബാക്കളിലാണ് ഖുർആൻ അവതരിച്ചത്. വഹും അഅലമു ബിതഅ്വീലിഹി മിൻകും, ആ ഖുർആന്റെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം നിങ്ങളെക്കാൾ അറിയുന്നവർ സഹാബാക്കളാണ്. ശ്രദ്ധിക്കണം, ഖവാരിജികളോട് പറയാണ്. അവർ ഖുർആന്റെ ആയത്ത് ഓതിയിട്ടാണ് അലീനെ കാഫിറാക്കിയത്. റസൂലിന്റെ ഹദീസ് പറഞ്ഞിട്ടാണ് സഹാബാക്കളെ കാഫിറാക്കിയത്. അവരോട് പറയാണ്, നിങ്ങളെക്കാൾ ഖുർആന്റെ വ്യാഖ്യാനം അറിയുന്നവർ സഹാബാക്കളാണ്. വലൈസ ഫീകും അഹദും മിൻഹും, അവരിൽപ്പെട്ട ഒരാളും നിങ്ങളുടെ കൂട്ടത്തിലില്ല. അതാണ് ഒന്നാമത്തെ തെളിവ് അവർ ദലാലത്തിലാണെന്നുള്ളത്. ഒരു സഹാബിയും ഖവാരിജിന്റെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് പറഞ്ഞപ്പോ ഖവാരിജികൾ പറഞ്ഞു, ആരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് സംസാരിക്കാൻ പാടില്ല. അത് പൊതുവെ ബിദ്അത്തുകാരുടെ ഒരു ശീലാണ്. ഇൽമുള്ള ആൾക്കാർ പോയി സംസാരിക്കുമ്പോൾ സംസാരിക്കാനുണ്ടാവില്ല. അവരൊക്കെ സംസാരിക്കൽ ആരോടാണ്? സാധാരണ ആൾക്കാരോടാണ്. ഇൽമുള്ള ആളെ സംസാരിക്കാൻ പോയാൽ മാറി. അപ്പൊ ഖവാരിജ് പറഞ്ഞു, നിങ്ങൾ ആരും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് സംസാരിക്കരുത്. മറ്റവരുടെ ആയത്ത് ഓതി, ഖുർആന്റെ ആയത്ത്, ബൽഹും ഖൗമുൻ ഖസിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കത്തെ മുശ്രിക്കീങ്ങളെ, ഖുറൈശികളെ സംബന്ധിച്ച് പറഞ്ഞ വാക്കാണ്. പ്രവാചകരെ അങ്ങ് അവരുടെ അധികം സംസാരിക്കണ്ട. കാരണം ബൽഹും ഖൗമുൻ ഖസിമൂൻ, അവർ തർക്കിക്കുന്നവരാണ്. അവർ എന്തില്ല, താങ്കൾക്ക് അനുവദിച്ചു തരില്ല, വിട്ടുതരില്ല, അവർ തർക്കിക്കും. ആരെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്? മക്കത്തെ മുശ്രിക്കീങ്ങൾ, ഖുറൈശികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ്. ഈ ആയത്ത് ഓതി എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഖുറൈശാണ്, അവിടെ നിങ്ങൾ ആരും സംസാരിക്കാൻ പാടില്ല, ഖുർആനിൽ ആയത്തുണ്ട്. അതാണ് പഴച്ചു പോയാൽ പിന്നെ എന്തില്ല, കുടിച്ചാൽ കിട്ടും. ഒരായത്ത് സഹാബാക്കൾ മനസ്സിലാക്കാത്തത് പോലെ മനസ്സിലാക്കിയ ഓൻ ദലാലത്തിലാണ്. സഹാബാക്കൾക്കെതിരാണ് ആയത്ത് ഓതുന്നത്. അത് ആർക്കെതിരെ? റഈസുൽ മുഫസ്സിർ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനെതിരെ. അർത്ഥം ഓന്റെ വക. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്ക്, അത് ഏറ്റവും കൂടുതൽ ഇതാണുള്ളത്. എല്ലാ കക്ഷികൾക്കും, എല്ലാ ആൾക്കാർക്കും എന്ത് പറയാനുണ്ടാവും? ഖുർആന്റെ ആയത്ത് പറയാനുണ്ടാവും, ഹദീസ് പറയാനുണ്ടാവും. സാധാരണ ആൾക്കാർ ചോദിക്കും, അല്ല അവരും ഖുർആന്റെ ആയത്താണോ വല്ല ഓതുന്നത്, അവരും സഹിഹായ ഹദീത്താണല്ലോ പറയുന്നത്, നമ്മൾ ഏതാ അനുസരിക്കേണ്ടത്, നമ്മൾ ഏതാ നോക്കേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ഖുർആന്റെ ആയത്തും ഹദീസും പറഞ്ഞ് നമുക്കൊന്നും തിരിയുന്നില്ല, നമ്മൾ ഏത് ടീമിന്റെ കൂടെ കൂടേണ്ടത്? സാധാരണ ആൾക്കാർ ചോദിക്കുന്നതാണ്. മറുപടി എന്ത് പറയണോ? ആ ഖുർആനും ഹദീസും പറയുന്നവൻ അതിന്റെ വ്യാഖ്യാനം, അതിന്റെ അർത്ഥം അത് സഹാബാക്കൾ പറഞ്ഞതുപോലെയാണെങ്കിൽ, സഹാബാക്കൾ മനസ്സിലാക്കിയത് പോലെയാണെങ്കിൽ, സഹാബാക്കൾ വ്യാഖ്യാനിച്ചത് പോലെയാണെങ്കിൽ ഓനെ മുറുക്കെ പിടിച്ചു. ഓനാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ. ഉദാഹരണം, നമ്മുടെ നാട്ടില് നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഭയങ്കര സംഭവമായിട്ട്
നബീനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കുന്ന വർഷത്തിൽ ഒരു ദിവസം. ഇപ്പം 10 ദിവസമായിട്ടുണ്ട്, ഒരു മാസത്തിൽ 10 ദിവസം. അവർ നബിദിനത്തിന് തെളിവായിട്ട് ഖുർആന്റെ ആയത്തോടും, ഏത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു. ഫരിഹഫ്റഹു എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുക, ഫല്യഫ്റഹു നിങ്ങൾ സന്തോഷിക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. അപ്പോൾ അത് അള്ളാഹു ഖുർആനിൽ റസൂലിനെ കൊണ്ട് സന്തോഷിക്കാൻ പറയുന്നു. ഞങ്ങൾ ഇതാ സന്തോഷിക്കുന്നു, ആഘോഷിക്കുന്നു. ഖുർആന്റെ ആയത്ത്. നമ്മളെന്താ ചോദിക്കുക? തിരിച്ചു ചോദിക്കുക. ഈ ഖുർആൻ ആയത്തിറങ്ങിയത് സഹാബാക്കൾക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്തിന് ഹാഫിദുകളായ സഹാബാക്കളുണ്ട്. അതിനുശേഷം 103 ഹിജ്റ 103 അവസാനത്തെ സഹാബി വഫാത്താകുന്നത്. അതുവരെ സഹാബാക്കൾ ജീവിച്ചിട്ടുണ്ട്. ഒരു സഹാബിയും ഈ ആയത്തനുസരിച്ച് നിങ്ങൾ പറയുന്നത് പോലെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ അമൽ ചെയ്തതുപോലെ ഈ ആയത്തനുസരിച്ച് അവർ അമൽ ചെയ്തിട്ടില്ല. അങ്ങനെ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാജരാക്കണം. എന്നാൽ നമ്മളും കൂടെ നിങ്ങളും കൂടെ ഇല്ല. ഖിയാമത്ത് നാൾ വരെ അവർക്ക് എന്തില്ല, ആ ആയത്തനുസരിച്ച് അവർ വെച്ച അർത്ഥം, അവർ അതിന് വെച്ച വ്യാഖ്യാനം ഒരു സഹാബാക്കളെ കൊണ്ടും അവർക്ക് തെളിയിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം ഫഹിയ ളലാല, അത് ളലാലത്താണ്, ബാത്തിലാണ്, അത് നരകത്തിലേക്കുള്ളതാണ്. രണ്ടാമത്തത്, അള്ളാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്യാൻ, ദുആ ചെയ്യാൻ തെളിവ്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യാൻ തെളിവ് എവിടുന്ന്? ഖുർആനിൽ നിന്ന്. എന്താ തെളിവ്? വലൗ അന്നഹും ഇദ് ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഖുർആനിൽ ആയത്തുണ്ട്, നിങ്ങൾ തെറ്റേതിൽ അടുത്തേക്ക് പോകണം, അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മരിച്ച അള്ളാഹിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകുന്നത്. നമുക്ക് ചോദിക്കാം, ആ ആയത്ത് ലൈഫാണെന്ന് പറയാൻ കഴിയോ? ആ ആയത്ത് സഹിഹായി സ്ഥിരപ്പെട്ടില്ല എന്ന് പറയാൻ കഴിയോ? ഇല്ല. തിരിച്ചുള്ള ചോദ്യം എന്താണ്? നിങ്ങൾ പറഞ്ഞ അർത്ഥം, ഈ ആയത്തനുസരിച്ച് നിങ്ങൾ ചെയ്ത അമല്, അത് ഏത് സഹാബിയാണ് അമൽ ചെയ്തത്? ഏത് സഹാബിയാണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഈ ആയത്തിനെ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിക്കുകയും അർത്ഥം പറയുകയും ആ രീതിയിൽ അമൽ ചെയ്യുകയും ചെയ്തത്? ഇല്ല. ഖിയാമത്ത് നാൾ അവർക്ക് ഒരു സഹാബിനെയും കൊണ്ടുവരാൻ കഴിയില്ല. ഈ ആയത്തനുസരിച്ച് അവർ ചെയ്യുന്നത് പോലത്തെ അമല് ചെയ്യുകയും അവർ പറഞ്ഞ അർത്ഥം പറയുകയും ചെയ്ത് ഒരു സഹാബിയും അവർ കൊണ്ടുവരാൻ കഴിയില്ല. അപ്പൊ എന്തായി? അത് ളലാലത്താണ്, ബാത്തിലാണ്, നരകത്തിലേക്കുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് പറയുമ്പോഴും, ഏത് ആയത്തോട് ഓതുമ്പോഴും, ഏത് ഹദീസ് പറയുമ്പോഴും അതിന്റെ പിറകിൽ ആര് വേണം? ഒരു സഹാബി വേണം, അല്ലെങ്കിൽ സലഫുകൾ വേണം. ആദ്യത്തെ ഉത്തമ തലമുറ 3 നൂറ്റാണ്ടുണ്ടല്ലോ, ആ 3 നൂറ്റാണ്ടിൽ ആരെങ്കിലും ഒരാൾ വേണം. ഇല്ലെങ്കിൽ അതെന്താണ്? ബാത്തിലാണ്. ഒരു സംശയം ബാത്തിലാണ്, അത് ദലാലത്താണ്. അതാണ് കുല്ലു ഫഹ്മിൻ ഖാലഫ ഫഹ്മ സഹാബ ഫഹുവ ബാത്തിൽ. ഖുർആനും സുന്നത്തും സഹാബാക്കൾ മനസ്സിലാക്കിയതിന് എതിരായിട്ട് ആര് മനസ്സിലാക്കിയോ, അത് ആരാണെങ്കിലും ശരി, അത് എത്ര ഉള്ള ആൾക്കൂട്ടമാണെങ്കിലും ശരി, ഫഹുവ ബാത്തിലുൻ, അത് ബാത്തിലാണ്. അത്രക്ക് ഉറപ്പോടുകൂടി പറയാം. അതാണ് അഹ്ലു സുന്നന്റെ രണ്ടാമത്തെ കാര്യം. മറ്റൊരു ഉദാഹരണം, ദിക്ർ ഹൽക്ക, ഒരു ഹദീത്ത്, സഹിഹായ ഹദീത്താണ്. وَمَجْتَمَعَ قَوْمٌ فِي بَيْتٍ مِّن بُيُوتِ اللَّهِ يَتْلُونَ كِتَابَ اللَّهِ وَيَتَدَارَسُونَهُ بَيْنَهُمْ إِلَّا نَزَلَتْ عَلَيْهِمُ السَّكِينَةُ وَغَشِيَتْهُمُ الرَّحْمَةُ وَحَفَّتْهُمُ الْمَلَائِكَةُ وَذَكَرَهُمُ اللَّهُ فِي مَنْ عِندَهُ وَمَنْ بَطَّأَ بِهِ عَمَلُهُ لَمْ يُسْرِعْ بِهِ نَسَبُهُ. സഹിഹായ ഹദീത്താണ്. എന്താ റസൂൽ പറയുന്നത്? അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ നിന്നും ഒരു ഭവനത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി, എന്നിട്ട് യത്ലൂന കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്തു. വയതദാറസൂനഹു ബൈനഹും, അത് പരസ്പരം പഠിപ്പിച്ചു. അങ്ങനെ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് എന്ത് ചെയ്യും? അള്ളാഹിന്റെ ഭാഗത്തുള്ള ഒരു സകീനത്ത് ഇറങ്ങും. വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹിന്റെ ഭാഗത്തുള്ള റഹ്മത്ത് അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകളും അവരെ പൊതിയും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദകറഹുമുല്ലാഹു ഫീ മൻ ഇൻദഹു, അള്ളാഹു അവരെ സംബന്ധിച്ച്, അള്ളാഹിന്റെ അടുക്കലുള്ള മലക്കുകളോട് അവരെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കും. വമൻ ബത്തഅ ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു, നാളെ സിറാത്തിൽ, മീസാനിൽ, സിറാത്തിൽ കടന്നു പോകുന്ന സമയം ആരുടെ അമലാണോ അവനക്ക് വേഗത കുറച്ചത്, അവന്റെ കുടുംബം
അവനതിന് വേഗത കൂട്ടൂല. നാളെ സിറാത്ത് മുറിച്ചടക്കുമ്പോൾ അതിന് വേഗതയുണ്ട്. റസൂൽ പറഞ്ഞു, കാറ്റിൻ്റെ വേഗത്തിൽ, പ്രകാശത്തിൻ്റെ വേഗത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്, കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ പോകുന്ന ആൾക്കാരുണ്ട്, കാറ്റിൻ്റെ വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്, കുതിര ഓടുന്ന വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്, മനുഷ്യൻ ഓടുന്ന വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്, മനുഷ്യൻ നടക്കുന്ന വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്, മുട്ടിലിഴയുന്ന വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവസാനത്തെ ആള് മുട്ടിലിഴഞ്ഞ് കിടന്ന് അപ്പുറത്തേക്ക് എത്തും. പക്ഷെ അവൻ്റെ ഇരുഭാഗങ്ങളും നരകത്തിൻ്റെ ചൂട് കൊണ്ട് പൊള്ളിയിട്ടുണ്ടാവും. അവൻ എങ്ങനെയെങ്കിലും അപ്പുറത്തും. മറ്റു ചില ആൾക്കാർ നരകക്കുണ്ടിലേക്ക് വീഴുകയും ചെയ്യും. അപ്പോൾ അമലുകൾ ഉണ്ടെങ്കിലേ അവിടുന്ന് സ്പീഡ് ഉണ്ടാവും. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീത്താണ് തെളിവ് എന്തിന്? ദിക്ർ ഹൽക്ക്. നമുക്ക് ചോദിക്കാനുള്ളത്, ഹദീസ് ലൈഫാക്കാൻ പറ്റുമോ? കാരണം നമ്മൾ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അത് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓനടിക്കണം, പറയാൻ കഴിയില്ല. തിരിച്ചമ്മളുടെ ചോദ്യം, ഈ ഹദീസ് പറഞ്ഞത് സഹാബാക്കളോടാണ്. ഏത് സഹാബിയാണ് അവസാനത്തെ സഹാബി മരിക്കുന്നത് വരെ, ഏത് സഹാബിയാണ് ഈ ഹദീസ് അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നത് പോലെ ദിക്ർ ഹൽക്ക നടത്തിയത്? എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഒരാൾ ചൊല്ലിക്കൊടുക്കാൻ മറ്റുള്ളവർ ഏറ്റു ചെല്ലുക എന്നുള്ള രീതിയിൽ ദിക്ർ ഹൽക്ക നടത്തിയത് സഹാബിയാണ്? ഇല്ല, അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പം അവരും ഈ ഹദീസിനെ മനസ്സിലാക്കിയത് സഹാബാക്കൾ മനസ്സിലാക്കിയതിനെതിരായിട്ട്. അവർ ഈ ഹദീസിനനുസരിച്ച് അമൽ ചെയ്തത് സഹാബാക്കൾ അമൽ ചെയ്തതിന് എതിരായിട്ട്. അതുകൊണ്ട് എന്താണ്? ഫഹുവ ബാത്തിലും ദലാലത്തും ഫഹുവ ഫിന്നാർ. അത് ബാത്തിലാണ്, അത് ദലാലത്താണ്, അത് നരകത്തിലേക്കാണ്. ഇങ്ങനെ എന്ത് കാര്യം എടുത്തു നോക്കിയാൽ എന്താണ് നമുക്ക് കിട്ടും. അതാണ് രണ്ടാമത്തെ കാര്യം. ഒന്നാമത്തത് ഖുർആനും സുന്നത്തും നമ്മുടെ ദീൻ നാം സ്വീകരിക്കേണ്ടത്. രണ്ട്, ആ സ്വീകരിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? സഹാബാക്കൾ സ്വീകരിച്ചതുപോലെ ആയിരിക്കണം. മൂന്നാമത്തത്, ലാ യുദ്ഖിലൂന അൽ-അഖ്ല ഫിൽ ഗൈബിയാത്ത്. വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യമാണ്. ലാ യുദ്ഖിലൂന അൽ-ഗൈബ ലാ യുദ്ഖിലൂന അൽ-അഖ്ല ഫിൽ ഗൈബിയാത്ത്. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ അധികം എന്താണ്? ഗൈബാണ്, അല്ലേ? സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ അത് പറയുന്നുണ്ട്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാത്ത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഗൈബിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് മുഅ്മിനീങ്ങൾ. നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ അധികം എന്താണ്? ഗൈബിയാണ്. ആ ഗൈബിയായ വിശ്വാസത്തിൽ ലാ യുദ്ഖിലൂന അൽ-അഖ്ല, ബുദ്ധിയെ ഒരിക്കലും അവൻ അതിൽ പ്രവേശിപ്പിക്കൂല. ബുദ്ധിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ആരെങ്കിലും ഗൈബിൽ ബുദ്ധിയെ പ്രവേശിപ്പിച്ചാൽ അവൻ ദലാലത്തിലായി. പിന്നെ പോകുന്നത് ബാത്തിലേക്കാണ്. കാരണം എന്താണ്? ആ ഗൈബ് ഉൾക്കൊള്ളാനുള്ള ബുദ്ധി, ആ ശക്തി നമ്മുടെ ബുദ്ധിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ബുദ്ധിയെ സജ്ജീകരിച്ചത് ആ രീതിയിലാണ്. ഗൈബിയായ ഒരു കാര്യം അത് മനസ്സിലാക്കാനോ അത് അന്വേഷിച്ച് ചിന്തിച്ച് കണ്ടെത്താനോ അവന്റെ ബുദ്ധിക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഗൈബിയാത്തിനെന്തില്ല? ബുദ്ധിക്ക് യാതൊരു ഒരു സ്ഥാനവുമില്ല. ഖുർആൻ എന്താണോ പറയുന്നത്? സമഅന വ അതാഅന, നമ്മൾ അനുസരിച്ചു കേട്ടു. സഹിഹായ ഹദീസ് എന്താണോ പറയുന്നത്? നമ്മൾ കേട്ടു, അനുസരിച്ചു. അതിൻ്റെ അപ്പുറം അതെന്താ അങ്ങനെ എന്നുള്ള ചോദ്യം ഇല്ല. ബുദ്ധിക്ക് യാതൊരു സ്ഥാനം എന്തില്ല? ഗൈബിയാത്തിലില്ല. അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം ഗൈബിയാണ്. അസ്മാഉല്ലാഹി വ സിഫാത്തുഹു, അള്ളാഹിന്റെ അസ്മാകളിലും സിഫാത്തുകളിലുള്ള വിശ്വാസം ഗൈബിയാണ്. ആരാണ് അള്ളാഹിന്റെ അസ്മാകളിലേക്കും സിഫാത്തിലേക്കും ബുദ്ധിയെ കടത്തുന്നത്? ഒമ്പേച്ചു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വീക്ഷണപ്രകാരം അസ്മാ സിഫാത്തിലുള്ള വിശ്വാസം എന്താണ്? ഖുർആനിലും സുന്നത്തിലും ഹദീസിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ സ്ഥിരപ്പെടുത്തിയത്, എന്തൊക്കെ വിശേഷണങ്ങളാണോ എന്തൊക്കെ പേരുകളാണോ സ്ഥിരപ്പെടുത്തിയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അള്ളാഹിന്റെ എന്തൊക്കെ സിഫത്തുകളാണോ സ്ഥിരപ്പെടുത്തിയത്, വിശേഷണങ്ങളാണോ സ്ഥിരപ്പെടുത്തിയത്, പേരുകളാണോ സ്ഥിരപ്പെടുത്തിയത്, അത് അതേപോലെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. അതിനെന്തില്ല? മറ്റൊന്നിനോട് സദൃശ്യമില്ല, മറ്റൊന്നിനോട് രൂപസാദൃശ്യമില്ല, മറ്റൊന്നിനോട് തുല്യപ്പെടുത്തുകയില്ല. ഒന്നുമില്ലാത്ത രീതിയിൽ അതിന്റെ രൂപം നമ്മൾ പറയൂല. കാരണം എന്താണ്? അത് ഗൈബിയാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ ചില ആൾക്കാരുണ്ട്, ഇപ്പം യദുല്ലാഹി ഫൗഖ ഐദീഹിം, എന്താ അർത്ഥം? യദുല്ലാഹി ഫൗഖ ഐദീഹിം, അള്ളാഹുവിന്റെ കൈ അവരുടെ കൈക്ക് മുകളിലാണ്. യദ് എന്ന് പറഞ്ഞാൽ അറബി കൈ എന്നർത്ഥം.
അത് അള്ളാഹിന്റെ സിഫത്താണ്, അള്ളാഹിന്റെ വിശേഷണമാണ്. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നിലപാട് എന്താണ്? നമ്മളത് അതേപോലെ അംഗീകരിക്കുന്നു, അത് അതേപോലെ അംഗീകരിക്കുന്നു. കാരണം എന്താ? ഗൈബിയാത്തിൽ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. മറ്റു ചിലർ ചോദിക്കും, അള്ളാഹിന്റെ കൈ, അള്ളാഹ്ക്ക് കൈയുണ്ട് എന്ന് പറയുമ്പോൾ മനുഷ്യന്മാരെ പോലെ ഒരു കൈയല്ലേ? മനുഷ്യന്മാരെ പോലെ കൈയുണ്ട് എന്ന് പറഞ്ഞാൽ കൈ വെക്കാനൊരു സ്ഥലം വേണ്ടേ? അപ്പൊ അള്ളാഹു സൃഷ്ടികളിലേക്ക് ആവശ്യക്കാരനായി. അപ്പൊ എന്തില്ല? അള്ളാഹ്ക്ക് കൈയില്ല. അപ്പൊ യദുല്ലാഹി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹിന്റെ റഹ്മത്ത് എന്നാണ് ഉദ്ദേശം. അങ്ങനെ അവിടത്തേക്ക് എത്താം, വ്യാഖ്യാനിക്കുക. അത് തീർത്തും അബദ്ധാണ്, തെറ്റാണ്. കാരണം എന്താ? ബുദ്ധിക്ക് യാതൊരു സ്ഥാനവും ഗൈബിയാത്തിലില്ല. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹ് ഖുർആൻ എന്താണോ പറഞ്ഞത് അത് അതേപോലെ അംഗീകരിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനെ സംബന്ധിച്ച് എന്താണോ ഹദീത്തിൽ പറഞ്ഞത് അത് അതേപോലെ അംഗീകരിക്കുക. എന്തില്ല? അതിന് മറ്റൊന്നിനോട് സദൃശ്യമില്ല. ലൈസ കമിത്ലിഹി ഷൈഉൻ വഹുവ സമീഉൽ ബസീർ. ലൈസ കമിത്ലിഹി ഷൈഉൻ, അള്ളാഹിനെ പോലെ യാതൊന്നുമില്ല. ഫലൈസ ലില്ലാഹി അൻദാദ, അള്ളാഹുവിന് എന്തില്ല? തുല്യക്കാരനില്ല. ഹൽ തഅലമു ലഹു സമീയ, അള്ളാഹ്ക്ക് തുല്യമായിട്ട് നിങ്ങൾ ആരെങ്കിലും അറിയോ? നിങ്ങൾക്കില്ല. നിഷേധത്തിന്റെ ചോദ്യമാണത്. അപ്പൊ അള്ളാഹിന്റെ യദ്, അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ കലാമ്, അള്ളാഹുവിന്റെ സന്തോഷം, അള്ളാഹുവിന്റെ ദേഷ്യം, ഇതൊക്കെ അള്ളാഹിന്റെ സിഫാത്തുകളാണ്, അള്ളാഹിന്റെ വിശേഷണങ്ങളാണ്. അതൊക്കെ അതേ രീതിയിൽ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടുത്തണം. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ, നിലപാട്. കാരണം എന്താണ്? അതൊക്കെ ഗൈബിയാത്താണ്. അത് എന്തില്ല? ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. പിന്നെ ആലമുൽ മലായിക, ആലമുൽ ജിന്ന്, ഇതൊക്കെ ഗൈബിയാത്താണ്. അദാബുൽ ഖബർ വ നഈമുൽ ഖബർ, ഖബർ ശിക്ഷ, ഖബറുള്ള ശിക്ഷയും അതുപോലെ തന്നെ പ്രതിഫലവും കൂലിയും. ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ആൾക്കാരല്ല. എന്താ? ഓന്റെ ബുദ്ധിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ആ ഗൈബിയായ കാര്യത്തിൽ ഓൻ എന്ത് ചെയ്തു? അഖലിനെ പ്രവേശിപ്പിച്ചു. അപ്പം ഖബർ ശിക്ഷ നിഷേധിക്കുന്ന ഒരാൾ എന്തല്ല? അഹ്ലുസുന്നയല്ല. കാരണം ഗൈബിയാത്തിൽ അവൻ അവന്റെ ബുദ്ധിയെ പ്രവേശിപ്പിച്ചു. അഹ്ലുസുന്ന എന്ത് ചെയ്യുക? ലാ യുദ്ഖിലൂനൽ അഖല ഫിൽ ഗൈബിയാത്ത്, ഗൈബിയാത്തിൽ അവൻ ഒരിക്കലും ബുദ്ധിയെ കടത്തൂല. സിറാത്തിനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്, മീസാനെ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബിയായി പറഞ്ഞ ദജ്ജാലിനെ സംബന്ധിച്ച് ദജ്ജാലിന്റെ ഹദീസുകൾ നിഷേധിക്കുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ദജ്ജാലിന്റെ കാര്യങ്ങൾ ദീർഘമായ സഹീഹ് മുസ്ലിമും ബുഖാരി ഉദ്ധരിക്കുന്ന പലതരം രീതിയിലുള്ള ഹദീസുകളുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളാൻ മടിയുള്ള ആൾക്കാർ. തേനിനെ സംബന്ധിച്ച് റസൂൽ പറഞ്ഞ ഹദീസ്, സംസം വെള്ളത്തെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസ്, അതൊക്കെ റസൂൽ പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു. അതിലാരെങ്കിലും ബുദ്ധി പ്രവേശിച്ചാൽ അവർക്ക് എന്ത് ചെയ്യും? സംശയം. അതെങ്ങനെ? സാധാരണ വെള്ളമല്ല, അതിനെന്ത് ഇത്ര പ്രത്യേകത? മറ്റേ ഈച്ചന്റെ ഹദീസില്ലേ, ഒരാൾ പറഞ്ഞു ഈച്ചന്റെ ഹദീസ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ ഒരു ചിറകില് ഷിഫാവും മറ്റു ചിറകില് രോഗമാണ്. അപ്പൊ ഈച്ചൽ വെള്ളത്തിൽ വീണാൽ എന്ത് ചെയ്യണം? മുക്കിയെടുത്തിട്ട് അതിനെ കളഞ്ഞിട്ട് ആ വെള്ളം കുടിക്കണമെന്നല്ല, കുടിക്കാം. അപ്പൊ അതൊന്ന് പരിശോധിച്ച് നോക്കണം. പരിശോധിച്ച് സയൻസ് രേഖപ്പെടുത്തിയാൽ നമ്മൾ അംഗീകരിക്കും. കാരണം എന്ത് ചെയ്തു? ഗൈബിയാത്തിൽ ഓനോന്റെ ബുദ്ധി പ്രവേശിപ്പിച്ചു. ഓനാരല്ല? അഹ്ലുസുന്ന അല്ല. തീർത്ത് പറയാൻ കഴിയും, ഉറപ്പിച്ച് പറയാൻ കഴിയും. അഹ്ലുസുന്ന എന്തില്ല? ലാ യുദ്ഖിലൂനൽ അഖല ഫിൽ ഗൈബിയാത്ത്, ഗൈബിയായ കാര്യത്തിൽ ഒരിക്കലും ബുദ്ധിയെ കടത്തൂല. അത് ഉറപ്പാണ്. ഈ 3 കാര്യങ്ങളാണ് അഹ്ലുസുന്നന്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ആര് ശരിയാക്കുന്നോ ഓന്റെ ഈമാൻ ശരിയാണ്. ഓൻ ശരിയായ പാതയിലാണുള്ളത്. ഓൻ സിറാത്തുൽ മുസ്തഖീമിലാണുള്ളത്, തെറ്റിപ്പോകൂല. ഒന്നാമത്തത്, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും നമ്മുടെ ദീൻ നാം സ്വീകരിക്കണം. 2, ആ ഖുർആനും സുന്നത്തും സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം. 3, ഗൈബിയായ കാര്യത്തിൽ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനവുമില്ല. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു, കേൾക്കുന്നു, അനുസരിക്കുന്നു. അതിൻ്റെ അപ്പുറം അതെങ്ങനെ എന്ന ചോദ്യം നമുക്കില്ല. ഏത് പേച്ച കക്ഷികൾ എടുത്തു നോക്കിയാലും ഈ 3 കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അവസാനം പറഞ്ഞ ആൾക്കാരുടെ മുഅ്തസിലകൾ ഒന്നാമത് അവരുടെ ഗൈബിയാത്തിൽ എന്ത് ചെയ്തു? ബുദ്ധിയെ പ്രവേശിപ്പിച്ചു. കുറേ കാര്യങ്ങൾ നിഷേധിക്കേണ്ടി വന്നു അവർക്ക്. ഖുർആൻ നിഷേധിക്കാൻ കഴിയില്ല. ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ലൈഫാണ്, അത് സഹിയല്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. ഖുർആൻ വ്യാഖ്യാനിക്കും. ഹദീസോ ലൈഫാണ്. അത് ലൈഫാൻ കാരണം എന്താണ്? അത് മനുഷ്യ ബുദ്ധിക്ക് യോജിക്കുന്നില്ല. ബുദ്ധിക്ക് യോജിക്കാത്തത് എന്തില്ല? നമ്മൾ അംഗീകരിക്കൂല.
അങ്ങനെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണ രീതിയിലായിട്ടുണ്ട്. ഇപ്പോൾ ബുദ്ധി വെച്ചിട്ട് ഖുർആനെയും സുന്നത്തിനെയും അളക്കുന്നവർ. ബുദ്ധിക്ക് യോജിക്കുന്നു, അത് ദീനായി സ്വീകരിക്കുന്നു. അവൻ്റെ ബുദ്ധിക്ക് യോജിക്കാൻ കഴിയുന്നില്ലേ, അവൻ്റെ ചിന്തയ്ക്ക് യോജിക്കാൻ കഴിയുന്നില്ലേ, അതിനെ പല കാരണങ്ങൾ പറഞ്ഞ് മാറ്റിവെക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഈ 3 കാര്യങ്ങളാണ് അഹ്ലുസുന്നന്റെ അഖീദ, അഹ്ലുസുന്നന്റെ ദീൻ സ്വീകരിക്കുന്ന 3 മാനദണ്ഡങ്ങൾ. ഇത് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ദീൻ ശരിയാക്കേണ്ടത്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബാക്കളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം പിൻപറ്റുന്നവരാണ് വിജയിച്ചവർ. റസൂൽ എന്ത് ചെയ്തിട്ടില്ല, ഒരു പ്രത്യേക സംഘടനയുടെ പേരോ പ്രത്യേക കൂട്ടായ്മയുടെ പേരോ പ്രത്യേക വ്യക്തികളുടെ പേരോ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 3 കാര്യങ്ങൾ എവിടെയുണ്ടോ അവിടെ മുറുകെ പിടിച്ചു നിൽക്കുക. മറ്റെല്ലാം എന്താണ്, ബാത്തിലാണ്, ദലാലത്താണ്, അതിലൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ ദീനായിട്ട് ഇത് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഇൽമ് അത് അനിവാര്യമാണ്. അഖീദക്ക് ഇൽമ് അനിവാര്യമാണ്. നമ്മുടെ അഖീദ ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ ആ കാര്യങ്ങൾ നമ്മൾ അറിയണം. മറ്റുള്ള വിഷയങ്ങൾ പോലെയല്ല. അഖീദ ശരിയാകണമെങ്കിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഇതാണ് നമ്മുടെ അഖീദ എന്ന് നമ്മൾ അറിയണം. ആ ഇൽമ് കരസ്ഥമാക്കൽ വാജിബാണ്, നിർബന്ധമാണ്. ആർക്കാണോ ആ ഇൽമ് കരസ്ഥമാകാത്തത്, ഇൽമ് പഠിക്കാത്തത്, അവൻ കുറ്റക്കാരനാണ്. ഒരു കാരണം അല്ലാതെ കൂടുതൽ എന്ത് ചെയ്യാനില്ല, പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, അതിൻ്റെ മറ്റുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ഏർപ്പാടുകളുണ്ട്. എന്നിട്ടും പഠിച്ചില്ല, മനസ്സിലാക്കില്ല, ആരും പഠിപ്പിച്ചില്ല എന്നുള്ള കാരണങ്ങൾ പ്രിയപ്പെട്ടവരെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ദീൻ പഠിക്കുക, മനസ്സിലാക്കുക, അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുക, സത്യാന്വേഷികളാവുക. ഒരു ടീമിൻ്റെ ഭാഗത്ത് കൂടിയിട്ട് മറ്റെല്ലാവരും ഭാഗത്തിൽ എൻ്റെ ടീം മാത്രം ഹക്ക് എന്നുള്ളതല്ല, ഹക്കിനെ അന്വേഷിച്ച് പോകുക. എവിടെയാണോ ഈ 3 മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നത് അതിനെ മുറുകെ പിടിക്കുക. അവരാണ് വിജയിച്ച കക്ഷികൾ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ മനസ്സിലാക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാനും നല്ല തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.